ഞാനിപ്പോ ഉള്ളത് ഒന്നും പറയണ്ട, ഒരു എക്സ് മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന്. പക്ഷെ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, സ്വത്വബോധം വിട്ടിട്ടില്ല. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞു എന്നെ നാറ്റിക്കരുത്. പാത്തു ഒച്ചയൊന്നും ഉണ്ടാക്കൂല, അതാണ് പാത്തുവിന്റെ ഒരു പ്രത്യേകത. ശബ്ദം പുറത്ത് കേൾപ്പിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാത്തുവിന്റെ ഹിക്കാക്ക് മാത്രമുള്ളതാണ് ഇത്ര പാത്തുവിന്റെ ശബ്ദം. അപ്പൊ അതുകൊണ്ട് പാത്തുവിന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാനുള്ള യോഗമില്ല. പാത്തു ഓക്സിജൻ വല്ലതും വേണേ പറയട്ടോ. ഓക്സിജൻ കിട്ടുന്നുണ്ടോ? ശ്വാസം ഓക്കെ. ഇക്ക ശ്വസിക്കാൻ സമ്മതിക്കുന്നോണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു 1/2 ലിറ്റർ എടുത്തോ. ഇതിന്റെ തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. എന്റെ ഓർക്കം പോയി. സ്ത്രീകളില്ലെങ്കിലും വേറെ കുറെ മുസ്ലിംസ് ഉണ്ട് ഇവിടെ. ഇക്കാക്ക് പറ്റിയ കുറെ പെണ്ണുകളുണ്ട്. യു മീൻ മുത്താ കല്യാണം? അതെ അതെ അതെ. ഞാൻ മുത്താ കല്യാണം കഴിക്കട്ടെ പാത്തു? എന്താ ഇക്ക കഴിച്ചോ? എനിക്ക് ഇവിടെ ഉള്ള മുസ്ലിം സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങളും നിങ്ങളുടെ അക്കാനെ 3ഉം 4ഉം കെട്ടാ സമ്മതിക്കണം എന്നാണ്. കാരണം അവരുടെ ഒരു ഹക്കാണ്. തോന്നുന്നു അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ. അങ്ങനെ ഇടപെടുന്ന എന്റെ ഹിക്കാനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ 6ാം വയസ്സിൽ ഇടപെടാണെങ്കിൽ 6ാം വയസ്സിൽ തന്നെ എന്തെങ്കിലും ചെയ്യില്ലായിരുന്നു. ഞാൻ 9 വയസ്സാവണവരെ ഹിക്ക വെയിറ്റ് ചെയ്ത് ഹിക്ക കേട്ട് പഠിക്കടാ. ബാക്കി പറ. എന്നിട്ട് 6ാം വയസ്സ് മുതലൊക്കെ വാസ്തവത്തിൽ ഭൂമിയിൽ വെച്ച് കൂടാത്തതാണ്. എത്രമാത്രം വൃത്തികേടാണ് പറയുന്ന ഒരു മഹാവ്യക്തിത്വത്തെ കുറിച്ച്. 6ാം വയസ്സിൽ ശാരീരിക ബന്ധം പുലർത്തി എന്ന് പറയാ. 6ാം വയസ്സിൽ പുലർത്തിയോ? ഏതെങ്കിലും ചരിത്രത്തിലുണ്ടോ? 10ാം വയസ്സിലാണല്ലോ. അല്ല, അതൊരു വലിയ ഡിഫറൻസ് ആണ് കേട്ടോ. അത് നമ്മൾ അതെ അതെ